സത്യമായ ദേവി നിർമ്മലേ നമസ്തുതേ ചോറ്റാനിക്കരയിൽ വാഴും അംബികേ നമസ്തുതേ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ വിണ്ണിൽ നിന്നു മണ്ണിതിൽ പിറന്ന പുണ്യതേ എന്താ മീരെ തൊഴുതിറങ്ങിയോ? ആ ചേച്ചി എപ്പത്തി കുറെ നാളെയല്ലോ കണ്ടിട്ട്. 2 ദിവസമായി. നാളെ പോണം. മോൾക്ക് വിശേഷമുണ്ട്. അവൾക്കിപ്പോ എത്ര മാസായി? 6 മാസായി. നന്നായി ശ്രദ്ധിക്കണം കേട്ടോ. സ്കാനൊക്കെ ചെയ്യുന്നില്ലേ? ആ ചെയ്യുന്നുണ്ട്. അല്ല മോൾക്ക് വിശേഷമൊന്നും ആയില്ലേ? ഇല്ലേ ചേച്ചി, അത് ഇതിപ്പോ കല്യാണം കഴിഞ്ഞിട്ട് ഒരുപാടായില്ലേ? 6 വർഷം കഴിഞ്ഞു. ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ട്. രണ്ടാൾക്കും കുഴപ്പമൊന്നുമില്ലാന്ന് പറയണു. കഷ്ടം തന്നെ. എന്ത് ചെയ്തിട്ടും കാര്യമില്ല. നന്നായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. എന്നാ ഞാൻ പോട്ടെ, നട അടയ്ക്കും. ശരി ചേച്ചി. മോനെ. ആ ചാച്ചാ, ഞാൻ കരുതി ചാച്ചൻ ഈ വഴിക്ക് മറന്നതല്ലടാ, ഓരോരോ ജോലിത്തിരക്കായി പോയി. പിന്നെ ഇന്ന് ഇതുവഴി പോയപ്പോ ഇവിടെ കയറി നിന്നെ കൂടെ കണ്ടിട്ട് പോവാന്ന് വിചാരിച്ചു. മീര, ഇതാരാ വന്നെന്ന് നോക്കിയേ. ഇതാര്? ചാച്ചനോ? ഞങ്ങളൊക്കെ മറന്നോല്ലേ? ഇല്ല മോളെ, മോക്ക് സുഖല്ലേ? ആ അത് ചാച്ച. ചെറിയ മോന്നല്ലേ? ഇല്ല, ഞാൻ വില്ലേജ് ഓഫീസ് വരെ വന്നപ്പോ ഒന്ന് കയറി കണ്ടിട്ട് പോവാന്ന് വിചാരിച്ചു. ശരി, നിങ്ങൾ സംസാരിച്ചിരിക്കും. ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. പിന്നെ എന്തൊക്കെയുണ്ട് അച്ഛ വിശേഷങ്ങൾ? അമ്മ എന്ത് പറയുന്നു? ആ സുഖായിരിക്കുന്നു. നിന്റെ കാര്യങ്ങൾ എന്തായി? എന്താ ഇങ്ങനെയൊക്കെ തന്നെ അങ്ങ് പോകുന്നു. അതല്ല ഞാൻ ചോദിച്ചത്, കുഞ്ഞിന്റെ കാര്യമാ. അമ്മ അത് ചോദിക്കാനാ എന്നോട് പറഞ്ഞത്. അത് നാളെ പോകുന്നത്. തന്ന മരുന്നൊക്കെ കഴിക്കുന്നുണ്ട്. ഇനി നാളെ ചെന്നാലേ അറിയാൻ പറ്റുള്ളൂ. അമ്മയ്ക്ക് എന്താ കുഴപ്പം? അവിടെ ഇരുന്നപ്പോൾ ഇതും പറഞ്ഞ് സമാനം തന്നല്ല. അതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് മാറിയത്. ഇപ്പം ഇവിടെ അതും പറഞ്ഞു വന്നിരിക്കണോ? ഞാൻ എത്രയെന്നും പറഞ്ഞാൽ എങ്ങനെ? എല്ലാവരും ചോദിക്കുന്നുണ്ട്. നമ്മുടെ കുടുംബത്തിൽ നിനക്ക് മാത്രമല്ലേ ഇങ്ങനെയുള്ളൂ? അതിലെല്ലാവർക്കും വിഷമമുണ്ട്. അതൊന്നും നമ്മുടെ കയ്യിലല്ലല്ലോ. അതെന്താ നീ അങ്ങനെ പറഞ്ഞേ? ഞാനൊരു കാര്യം പറയാനാ വന്നത്. നിന്നെക്കൊണ്ട് മീരയെ ഒഴിവാക്കിയിട്ട് വേറെ കെട്ടിക്കാനാണ് എല്ലാവരും പറയുന്നത്. നമ്മുടെ വല്യച്ഛൻ്റെ അവിടെ ഒരു കുട്ടിയുണ്ട്. അവൾക്ക് 2ാം ഭാഗം പ്രശ്നമല്ല. നമുക്കതൊന്ന് ആലോചിച്ചു കൂടെ എന്നാണ് അച്ഛനും അമ്മയും പറയുന്നത്. നീ എന്താന്ന് വെച്ചാൽ നീ തീരുമാനിച്ചിട്ട് പറ. ഒന്നും വിചാരിക്കല്ലേ, എല്ലാരും പറയുന്നത് ഞാൻ പറഞ്ഞു എന്ന് മാത്രം. ചാച്ചൻ ഇത് പറയാൻ വേണ്ടിയാണ് ഇവിടെ വരെ വന്നത്. മേലെ ഈ വക കാര്യം പറഞ്ഞിട്ട് ഈ വീട്ടിലേക്ക് വരരുത്. അല്ലടാ, ഞാനത് പറഞ്ഞെന്നല്ലേ ഉള്ളൂ. ഞാൻ ഇറങ്ങുക. ശരി മോളെ. ആന്റി. ആ വായോ. ഇന്ന് സ്കൂളിൽ പോയില്ലേ? പോയില്ല. എന്തേ? ഇന്ന് ലീവായിരുന്നു. ആണോ? അമ്മയുടെ? അമ്മ അവിടെ ഉണ്ട്. ഭക്ഷണം കഴിച്ചാ? ആ കഴിച്ചു. അനിയത്തിയോ? അനിയത്തി വീട്ടിലാ. എന്താ ആന്റി ഇവിടെ ഇരിക്കണേ? ഒന്നുമില്ല, വെറുതെ ഇരുന്നതാ. പിന്നെ വേറെന്തൊക്കെയുണ്ട് വിശേഷം? സുഖം. എത്ര സമയത്താണ് എന്നെ അന്വേഷിച്ചെടുക്കണത്? നീ ഇവിടെ പിടിച്ചെടുത്തേക്കണായിരുന്നോ? ഇല്ലേച്ചി, ഞാൻ ചുമ്മാ കണ്ടു. എത്ര സമയം എന്റെ കൊച്ചു അന്വേഷിക്കണമെന്ന് അറിയാവോ? ഒന്ന് പ്രസവിച്ചാലേ നിനക്ക് പ്രസവേദന അറിയാൻ പറ്റുള്ളൂ. വെറുതെ അല്ല അവള് മച്ചിട്ടിരിക്കണേ. ഇങ്ങോട്ട് വാടി, വല്ലവരും വിളിച്ചാണ്ട് പോയിക്കോളൂ വർത്താനം പറയാന്.
റിപ്പോർട്ട്സ് എല്ലാം നോർമലാണ്. ഓ. വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. മെഡിസിൻസ് ഒക്കെ കഴിക്കുന്നുണ്ടല്ലോ? ആ ഉണ്ട് ഡോക്ടർ. ഓക്കെ, ഗുഡ്. ഞാനേ 1-2 ടാബ്ലറ്റ്സ് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൂടി കറക്റ്റായിട്ടൊന്ന് കഴിക്കണം. ഡോക്ടർ, എന്തെങ്കിലും പ്രതീക്ഷയുണ്ടോ? കുറേ ആയില്ലേ മരുന്ന് മേടിച്ചേക്കണേ. അതേ, പെട്ടെന്നാവണമെന്നില്ല. നമ്മൾ ഇക്കാര്യം ഓൾറെഡി ഡിസ്കസ് ചെയ്തതല്ലേ. പിന്നെ നിങ്ങളുടെ റിപ്പോർട്ട്സ് ഒക്കെ നോർമലാണ്. നിങ്ങൾ രണ്ടുപേരും ഞാൻ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യണം. ഉം. പ്രതീക്ഷ അത് കൈവിടരുത്. രണ്ടുപേരും നല്ല പോസിറ്റീവ് മൈൻഡ് ആയിരിക്കണം. ഓക്കെ. ആ, ഞാനിപ്പോൾ ആഡ് ചെയ്തത് അത് അയൺ ടാബ്ലറ്റ്സ് ആണ്. അത് കൃത്യമായിട്ട് കഴിക്കണം. ഉം. പിന്നെ ഞാൻ 1-2 ടെസ്റ്റ് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടി ചെയ്തിട്ട് വേണം, ഇതിൻ്റെ റിസൾട്ടായിട്ട് വേണം നെക്സ്റ്റ് ടൈം എന്നെ കാണുമ്പോൾ ഇങ്ങോട്ട് വരേണ്ടത്. ഓക്കെ. ഓക്കെ ഡോക്ടർ. ഇത് റിസപ്ഷനിൽ കൊടുത്താൽ മതി. ഓക്കെ. താങ്ക് യു ഡോക്ടർ. എന്താ, എന്ത് പറ്റി? ഏയ് ഒന്നുമില്ല. ഇന്നലെ ചാച്ചൻ വന്ന് പോയപ്പോൾ മുതൽ നീ മൊത്തം മൂടോഫാണ്. അതല്ല ചേട്ടാ, ഇപ്പം ചേട്ടൻ വണ്ടി നിർത്തിയിട്ട് പോയില്ലേ? അപ്പോൾ അവിടെ പള്ളിയുടെ അവിടെ ഒരു കുട്ടി പാവയായിട്ടിരുന്ന് കളിക്കായിരുന്നു. എന്ത് രസമായിരുന്നു എന്നറിയാം ആ കുട്ടിയുടെ ചിരിയാണ്. പക്ഷെ ആ കുട്ടിയുടെ അമ്മയ്ക്ക് എന്തോ വിഷമമുള്ള പോലെ അവിടെ ഇരുന്ന് കരയായിരുന്നു. പക്ഷെ ആ കുട്ടി ഇതൊന്നും അറിയാണ്ട് ചിരിച്ച് കളിച്ചിരിക്കുകയായിരുന്നു. നമ്മളിതുപോലെ തന്നെ ആയാൽ മതിയായിരുന്നു. അതാവുമ്പോൾ ഇപ്പോഴത്തെ ഈ വിഷമങ്ങളും ഒറ്റപ്പെടലുകളൊന്നും ഉണ്ടാവില്ലല്ലോ. അതൊക്കെ ആലോചിച്ചിരുന്നതാ. നീ രാവിലെ മുതൽ മൂഡോഫാണ്. അതുകൊണ്ടേ നമുക്കൊന്ന് കറങ്ങിച്ചും വരാം. അതൊന്നും വേണ്ട ചേട്ടാ, ഞാൻ ഓക്കെയാ. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ, പോയിട്ടും വരാം. നീ എന്താ ഉറങ്ങിയില്ലേ? ഇല്ല ചേട്ടാ, ഉറക്കം വരുന്നില്ല. വെറുതെ ഓരോന്നും ആലോചിക്കാതെ. ചേട്ടാ, ഉം. ഞാനൊരു കാര്യം പറഞ്ഞാൽ കേൾക്കുമോ? പറ. ഇവരൊക്കെ പറയണ പോലെ ചേട്ടൻ വേറെ കല്യാണം കഴിക്കുമോ? നിനക്കെന്നെ വല്ല ഭ്രാന്തും പിടിച്ചോ? വെറുതെ ഒരു പൊട്ടത്തരം പറയാണ്ട് കിടന്നുറങ്ങാൻ നോക്ക്. അതല്ല ചേട്ടാ, ഇവരൊക്കെ പറയണ പോലെ ചേട്ടന് വേറെ കെട്ടണം എന്നാണെങ്കിൽ ചേട്ടൻ കെട്ടിക്കോ. ഞാൻ ഒരിക്കലും അതിനൊരു തടസ്സമാവില്ല. പക്ഷെ ഒരിക്കലും എന്നെ ഉപേക്ഷിക്കരുത്. ഞാനിവിടെ എവിടെയെങ്കിലും ഒരു മൂലയിൽ ചേട്ടൻ്റെ കുട്ടികളൊക്കെ നോക്കിയിരുന്നോളാം. ഞാൻ ഒരിക്കലും ചേട്ടനൊരു ശല്യമാവില്ല. പക്ഷെ എന്നെ ഉപേക്ഷിക്കരുത്. നീ എന്തിനാ ഇങ്ങനെയൊക്കെ പറഞ്ഞു? നമ്മൾ രണ്ടുപേർക്കും കുഴപ്പമില്ലെന്ന് എനിക്കും അറിയാൻ നിനക്കും അറിയാം. നീ എന്നെ ഉപേക്ഷിച്ച് വേറെ കല്യാണം കഴിക്കും? അത് ചത്താലും നടക്കില്ല. അപ്പം അതുപോലെ തന്നെയല്ലേ ഞാനും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ചോദിക്കും. നമുക്കൊരു കുട്ടീനെ ദത്തെടുത്താലോ? അതാകുമ്പോൾ എനിക്കൊരു കൂട്ടാവുമല്ലോ. നീ ഇപ്പോൾ കിടന്നുറങ്ങ്. നാളെ ഞാനൊന്ന് അന്വേഷിക്കട്ടെ. ചാച്ചാ, ചാച്ചനിത് എവിടെ പോവാ? ഞാനെവിടെ പോയാൽ നിനക്കെന്താ? എന്തിനാ ചാച്ച ചൂടാവുന്നത്? ഞാനന്ന് ദേഷ്യപ്പെട്ടുകൊണ്ടാണ് നീ ചാച്ചൻ അങ്ങനെ പറഞ്ഞാൽ പിന്നെ ഞാൻ എന്ത് ചെയ്യണം? ചാച്ചാ, ആ അവളല്ലേ നല്ല വിഷമത്തിൽ. നിങ്ങളും കൂടി ഇങ്ങനെ വന്ന് പറഞ്ഞു. ചാച്ചനെ കണ്ടപ്പോൾ എത്ര സന്തോഷത്തോടെ അവളെ അടുത്ത് വന്നത്. ആ സന്തോഷം മുഴുവനും ഒറ്റ നിമിഷം കൊണ്ടല്ലേ ഇല്ലാണ്ടായത്. എത്ര സമയം എടുത്തെന്നറിയാമോ ഞാൻ അവളെ ഒന്ന് സമാധാനിപ്പിക്കും. നീ അവളെ സമാധാനിപ്പിച്ചോണ്ടിരുന്നു. നാട്ടുകാർ എന്തൊക്കെയാ പറയണേന്ന് നിനക്കറിയാമോ? ആരെന്ത് പറഞ്ഞാലും നിനക്കെന്താ? നിനക്ക് നിന്റെ ഭാര്യ മാത്രം. വീട്ടിൽ 2-3 ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. ആകെ ഒറ്റത്തടി. തലമുറ ഇല്ലാതാവുമ്പോൾ നീ പഠിക്കും. അല്ല ചാച്ച,
നീ ഒന്നും പറയണ്ട. അവരുടെ വിഷമം ഞാൻ ഓരോ ദിവസം കണ്ടോണ്ടിരിക്കുന്നതല്ലേ. ഓരോരുത്തർ വന്ന് കുട്ടിയായില്ലേ എന്ന ചോദ്യവും. ഇത്രയും കാലമായില്ലേ, ഇനി എന്ത് പ്രതീക്ഷയാണുള്ളത്? കുറെ ഹോസ്പിറ്റലിലും പോയി കുറെ കാശും കളഞ്ഞു. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്യും, എന്തെങ്കിലുമൊക്കെ ചെയ്യും. എന്തു പറ്റി? എന്താ ഉണ്ടേ? ആ പ്രിയേ, ഇതിപ്പോ എത്ര മാസായി? 7 മാസമായി. ഹോസ്പിറ്റലിൽ പോവാ, ചെക്കപ്പ് അപ്പൊ ഇനി 2 മാസം കൂടി കഴിഞ്ഞൊരു സുന്ദരന സുന്ദരിയല്ലേ? ഒരുപാട് സ്ട്രെയിൻ ഒന്നും എടുക്ക. മോള് വാ, പോകാം നമുക്ക്, സമയായി. നീ എന്താ ഇതൊക്കെ അവളോട് പറയുന്നത്? അവൾക്ക് ഇതിനൊന്നും ഉണ്ടായിട്ടില്ല. അമ്മ ഒന്ന് ചുമ്മാ ഇരുന്നേ, അവള് കേക്കും. ആ, അതിനു വേണ്ടിയാ പറയണത്. നീ എന്തിനാ നമുക്ക് ഒരു ദിവസം എല്ലാം ശരി. അതല്ല ചേട്ടാ, ഇവരൊക്കെ പറയണ പോലെ എനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ എനിക്ക് ഒരു വിഷമവും. പക്ഷെ ഇതങ്ങനെയല്ലല്ലോ. പിന്നെ എന്തിനാ ഇവരൊക്കെ എന്നെ കുറ്റപ്പെടുത്തുന്നത്? ഞാനെന്താ അത്രയ്ക്ക് അസൂയക്കാരിയാണോ? ഞാനൊന്ന് നോക്കിയാ കുട്ടിക്ക് എന്താവാനാ? ഇതൊക്കെ കേൾക്കുമ്പോ എനിക്ക് ജീവിച്ചിരിക്കാനേ തോന്നണില്ല. സത്യം പറഞ്ഞ ഇപ്പൊ എനിക്ക് ആരെയും കാണണം തന്നെ പേടിയാ. Mm-hmm.